ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാം. പഴയതെല്ലാം കഴിഞ്ഞു കണ്ടാലും സർവ്വം പുതിയതാ. എനിക്കോ പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഹല്ലേലൂയ. തീർന്നു എൻ ആദ്യം നീങ്ങിരാവ്. ഇരുട്ടിൻ പാശം അറുത്തുതാ. ജീവപ്രകാശം കാണുന്നു ഞാൻ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശുവിൻ സ്വന്തം ഹല്ലേലൂയ. തുറന്ന സ്വർഗ്ഗം കാണുന്നിതാ. പാപം താൻ നീക്കി രക്തത്തിനാൽ ദൈവ കുഞ്ഞാടി ആത്മാവിനാൽ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ രാവിലെ സമയം തിരുവചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് രാവിലെ സമയം റീമയായിട്ട് അനുഭവപ്പെട്ട ഒരു വചനം വായിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ശ്രദ്ധിക്കുക, 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. ചില സന്ദർഭങ്ങളിൽ ലോഗോസാകുന്ന വചനം റീമിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഡുനാമിക് വചനങ്ങളായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുന്നു. ലോഗോസ് വചനങ്ങളെന്ന് പറയുന്നത് സാധാരണ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ലോഗോസ് വചനങ്ങൾ, ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് തുടങ്ങിയുള്ള ദൈവത്തിൻ്റെ വചന ഭാഗങ്ങളൊക്കെയും ലോഗോസ് വചനങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ അത് റീമ വചനങ്ങളായിട്ട്, പ്രത്യേകമായി സ്പർശിക്കപ്പെടുന്ന വചനങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് ഡുനാമിക് വചനങ്ങളായിട്ട്, ശക്തിയുടെ വചനങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇന്ന് വളരെ പ്രഭാതത്തിൽ
എന്നെ അതേ ലോഗോസ് വചനങ്ങൾ റീമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു വചനമാണ് ഇവിടെ വായിച്ച് കേൾപ്പാനിടയായി തീർന്നിരിക്കുന്നത്. ഇതിൽ 4 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. 1, നമ്മുടെ രക്ഷയാകുന്ന ദൈവം. 2, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. 3, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. 4, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ സ്പർശിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്ന അവസരങ്ങൾ ആകാം. അത് ഒന്നാമതായിട്ട് നമ്മുടെ രക്ഷയാകുന്ന ദൈവം രക്ഷകൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. ദൈവത്തോട് ചേർന്ന് പറയേണ്ട ചില വാക്കുകളുണ്ട്. ദൈവത്തിന് മാത്രമുള്ള ചില വാക്കുകൾ വിശുദ്ധ ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ദൈവം രക്ഷകൻ എന്നുള്ളത്. സോറ്റർ എന്നുള്ള അതേ വാക്ക് ഗ്രീക്ക് വാക്കിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാണ്. 46 പ്രാവശ്യം ദൈവം രക്ഷകനാണെന്ന് സോറ്റർ, ദൈവം രക്ഷകനാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ഭാഷയിൽ അത് വരുമ്പോൾ യാസ അല്ലെങ്കിൽ യഷ എന്നുള്ള പ്രയോഗമാണ് കാണുവാൻ സാധിക്കുന്നത്. അലക്സാണ്ടർ രാജാവിൻ്റെ കാലത്തിന് ശേഷമായിട്ട് ഉള്ള രാജാക്കന്മാർ ജനങ്ങളുടെ രക്ഷകരായിട്ട് അവരെ പ്രവർത്തിച്ചു. അങ്ങനെ അവരുടെ ഭാവത്തിലും പ്രവർത്തനത്തിലൊക്കെയും അവരെ അങ്ങനെ വെളിപ്പെടുത്തി. അവരെ രാജ്യത്തിൻ്റെ പ്രജകളുടെ രക്ഷകരാണെന്നുള്ള നിലയിൽ അവർ ഇടപെട്ടു. പക്ഷെങ്കിൽ അവരൊന്നും രക്ഷകരല്ലായിരുന്നു. അതേ ലോകരക്ഷകരെന്ന് പേര് ലഭിക്കത്തക്കവണ്ണമുള്ള, ആത്മാവിൻ്റെ രക്ഷകനെന്ന് പറയത്തക്കവണ്ണമുള്ള രക്ഷകരല്ലായിരുന്നു അവരെല്ലാവരും എന്നുള്ളത് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അലക്സാണ്ടറിന് ശേഷമായിട്ട് അന്ത്യോക്യോസ് എപ്പിഫാനസ് ഒരു രക്ഷകനായിട്ട് ജനങ്ങളുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അത് കൈസർ രാജാക്കന്മാർ, ആ രാജാക്കന്മാർ ഓഗസ്റ്റോ സീസർ, തിബരിയോ സീസർ തുടങ്ങിയ കൈസർമാർ ലോകത്തിൽ ജനങ്ങളുടെ രക്ഷകരെന്നുള്ള നിലയിൽ അവരെ മുൻപോട്ട് വന്നു. പക്ഷെങ്കിൽ അവരൊന്നും രക്ഷകരല്ലായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസരത്തിൽ യേശുവിനെ ശിഷ്യന്മാരൊരു പുരോഹിതനായിട്ടും ഒരു രാജാവായിട്ടും രക്ഷിതാവായിട്ടും ക്രിസ്തുവിനെ കാണുവാനിടയായി തീർന്നു. അതേ ബൈബിൾ പറയുമ്പോൾ യേശു ക്രിസ്തു രക്ഷകനാണ്, രക്ഷിതാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ നമ്മളിങ്ങനെ കാണുന്നു, സാക്ഷാൽ ലോക രക്ഷിതാവെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സാക്ഷാൽ ലോക രക്ഷിതാവ്. അത് സോറ്റർ 46 പ്രാവശ്യമാണ് സോറ്റർ രക്ഷിതാവ് എന്നുള്ള വാക്ക് വിശുദ്ധ ബൈബിളിൽ ദൈവത്തോട് ബന്ധപ്പെടുത്തി കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ചില വാക്കുകൾ ചില പേരിനോട് ചേർന്ന് ചില കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതായത് ചികിത്സ എന്ന് പറയുമ്പോൾ, വൈദ്യൻ എന്ന് പറയുമ്പോൾ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എഴുത്തുകാരെന്ന് പറയുമ്പോൾ പേനയുമായിട്ട് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ചില ബന്ധങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുമ്പോൾ ദൈവം രക്ഷകനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ദൈവം രക്ഷകനാണ്. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി. അടുത്ത ഭാഗം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. ഇന്നലകളെക്കുറിച്ച് നമുക്ക് എന്താണ് ചിന്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്? കഴിഞ്ഞ വർഷങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് ചിന്തിപ്പാൻ സാധിക്കുന്നത്? ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ തക്കവണ്ണം സാധിക്കും, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. അത് നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ നെടുവീർപ്പറിയുന്ന, നമ്മുടെ ദുഃഖമറിയുന്ന, നമ്മുടെ ചോദ്യം അറിയുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്ന, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. എത്രയോ മനോഹരമായിട്ടുള്ള ഒരു വചനമാണത്. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മെ ഉദ്ധരിക്കുവാൻ, അതേ ഉദ്ധാരകരായിട്ട് ന്യായാധിപന്മാരെ കുറിച്ച് ഉദ്ധാരം എന്നുള്ള നിലയിലാണ് പറയുന്നത്.
ദൈവം നമ്മുടെ ഉദ്ധാരകനാകുന്നു, ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ നമ്മൾ കാണുകയാണ്? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ യഹോവയ്ക്കുള്ളവ തന്നെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നീക്കുപോക്കുകൾ, മരണത്തിൽ നിന്നുള്ള എത്ര നീക്കുപോക്കുകൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വാഹനം ഓടിച്ചു പോയപ്പോൾ, അതെ, നമ്മൾ റോഡ് സൈഡിൽ നമ്മൾ നിന്നപ്പോൾ, നമ്മൾ ആശുപത്രിയിലായിരുന്നപ്പോൾ, അതേ, വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടപ്പോൾ, ICU നമ്മളായപ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ എത്രയോ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവ നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് എത്രയോ പരമാർത്ഥമായിട്ടുള്ള ഒരു വചനമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ. ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ ദൂത് കേൾക്കുന്ന പ്രിയ ദൈവദാസനെ, ദൈവദാസിയെ, ദൈവമക്കളെ, ദൈവജനങ്ങളെ, കർത്താവിൻ്റെ ദാസന്മാരെ, നമുക്ക് ഇങ്ങനെ പറയാൻ തക്കവണ്ണം ഇടയായിത്തീരും. തീർച്ചയായിട്ടും പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ അതേ യഹോവയ്ക്കുള്ളവ തന്നെ. കഴിഞ്ഞ കാലങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഈ ദൂത് ഇന്ന് ചിലരുടെ ദൈവം സംസാരിക്കുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ, അതേ, യാത്രയിൽ, ആശുപത്രിയിൽ, രോഗം വന്നപ്പോൾ, ഓപ്പറേഷൻ നടന്നപ്പോൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അതിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ നൽകി തന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവ തന്നെ എന്ന് 100% അതിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ഇടയായി തീരും. അതെ, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുക. 1, നമ്മുടെ രക്ഷയാകുന്ന ദൈവം. 2, നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. 3, ഉദ്ധാരണങ്ങളുടെ ദൈവം. 4, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവ തന്നെ. ഈ വചനങ്ങളാൽ ഈ ദിവസം ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിലെ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.